നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്നത് എന്താണ്? ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണ്. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നല്ലൊരു ജോലി, സാമ്പത്തിക സ്വാതന്ത്ര്യം, സ്വന്തം ബിസിനസ്, സന്തോഷകരമായ കുടുംബജീവിതം, ആരോഗ്യകരമായ ജീവിതം, അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം. ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഒരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം: എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അവിടെ എത്താത്തത്? പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം സാഹചര്യങ്ങളല്ല, നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങളും സംശയങ്ങളും ശീലങ്ങളുമാണ്. പരാജയപ്പെടുമോ എന്ന ഭയം, ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാൽ, ഈ ഒരു ചിന്ത മാത്രം പലരെയും വർഷങ്ങളോളം ഒരേ സ്ഥലത്ത് നിർത്തുന്നു. പുതിയൊരു ജോലി പരീക്ഷിക്കണം, പക്ഷേ പരാജയപ്പെടുമോ എന്ന് ഭയം. ഒരു ബിസിനസ് തുടങ്ങണം, നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയം. ഒരു പുതിയ സ്കിൽ പഠിക്കണം, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ഭയം. പക്ഷേ ഓർക്കുക, ശ്രമിക്കാത്തതിൻ്റെ പരാജയവും ഒരു പരാജയം തന്നെയാണ്. നിങ്ങൾ ശ്രമിച്ചാൽ ഒരു പക്ഷേ വിജയിക്കും, പരാജയപ്പെട്ടാലും ഒരു പാഠം ലഭിക്കും. എന്നാൽ ശ്രമിക്കാതെ നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന റിഗ്രറ്റ്. നമ്മുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളും നമ്മുടേതല്ല. ആൾക്കാർ എന്ത് പറയും, എൻ്റെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും, എന്നെ കളിയാക്കുമോ, ഇത്തരം ചിന്തകൾ കാരണം പലരും സ്വന്തം സ്വപ്നങ്ങളെ ഉപേക്ഷിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത് മറ്റുള്ളവരല്ല, നിങ്ങളാണ്. നിങ്ങളുടെ പരാജയത്തിൻ്റെ വേദന നിങ്ങൾക്കാണ് അനുഭവിക്കേണ്ടത്. നിങ്ങളുടെ വിജയത്തിൻ്റെ സന്തോഷവും നിങ്ങളുടേതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത്. നിങ്ങൾക്ക് പരിചിതമായ ജീവിതം സുരക്ഷിതമായി തോന്നാം. അതുകൊണ്ടാണ് പലരും മാറ്റത്തെ ഭയക്കുന്നത്. ഇപ്പോൾ ഉള്ളത് മോശമല്ലല്ലോ എന്ന ചിന്ത നമ്മെ അവിടെ തന്നെ നിർത്തും. പക്ഷേ വളർച്ച പലപ്പോഴും കംഫർട്ട് സോണിൻ്റെ പുറത്താണ്. ഒരു ചെറിയ മാറ്റം ആരംഭിക്കൂ. ദിവസവും 20 മിനിറ്റ് പുതിയൊരു സ്കിൽ പഠിക്കുക, ഒരു പുതിയ പുസ്തകം വായിക്കുക, ഒരു പുതിയ ആശയം പരീക്ഷിക്കുക, ഒരു ചെറിയ ലക്ഷ്യം നിശ്ചയിക്കുക. ചെറിയ ചുവടുകളാണ് വലിയ മാറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ അവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് അവരുടെ ഹൈലൈറ്റ് റീൽ മാത്രമാണ്. അവരുടെ സ്ട്രഗിൾസ് നമുക്ക് കാണാനാകില്ല. അതുകൊണ്ട് മറ്റുള്ളവരുമായി മത്സരിക്കുന്നതിന് പകരം ഇന്നത്തെ നിങ്ങളെ ഇന്നലത്തെ നിങ്ങളുമായി താരതമ്യം ചെയ്യുക. ഇന്നലേക്കാൾ ഇന്ന് ഒരു പടി മുന്നിലാണ് എങ്കിൽ അതാണ് നിങ്ങളുടെ വിജയം. ശരിയായ സമയം കാത്തിരിക്കുക. കുറച്ചുകൂടി പണം ഉണ്ടായിട്ട് തുടങ്ങാം, കുറച്ചുകൂടി പഠിച്ചിട്ട് തുടങ്ങാം, സമയം കിട്ടുമ്പോൾ തുടങ്ങാം. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാം, പക്ഷേ പെർഫെക്റ്റ് ടൈം എപ്പോഴും വരില്ല. ജീവിതത്തിൽ പല കാര്യങ്ങളും തുടങ്ങിയതിന് ശേഷമാണ് പെർഫെക്റ്റ് ആകുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയേണ്ടതില്ല. ആദ്യ ചുവട് വയ്ക്കാൻ ആവശ്യമായത്ര മാത്രം അറിയുക. ശേഷമുള്ളത് വഴിയിൽ പഠിക്കാം. ഇത്തരം വാക്കുകൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ് അതിനെ സത്യമായി സ്വീകരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ ഇന്നർ ഡയലോഗ് മാറ്റുക. എനിക്ക് കഴിയില്ല എന്നതിന് പകരം എനിക്ക് ഇപ്പോൾ അറിയില്ല, പക്ഷേ ഞാൻ പഠിക്കും. ഞാൻ പരാജയപ്പെട്ടു എന്നതിന് പകരം ഇത് ഒരു അനുഭവമാണ്, അടുത്ത തവണ ഞാൻ കൂടുതൽ നന്നായി ചെയ്യും. നമ്മുടെ സ്വപ്നങ്ങളെ കൊല്ലുന്ന ഏറ്റവും നിശബ്ദമായ ശത്രുക്കളിലൊന്നാണ് നാളെ തുടങ്ങാം എന്ന ചിന്ത. നാളെ അടുത്ത ആഴ്ചയാകും, അടുത്ത ആഴ്ച അടുത്ത മാസമാകും, അങ്ങനെ മാസങ്ങൾ വർഷങ്ങളാകും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വലിയൊരു അവസരം കാത്തിരിക്കേണ്ടതില്ല. ഇന്ന് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യം തന്നെ മതി.
ഒരു പേജ് വായിക്കുക, 10 മിനിറ്റ് പഠിക്കുക, ഒരു ഐഡിയ എഴുതി വയ്ക്കുക, ഒരു ഫോൺ കോൾ ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ അയയ്ക്കുക. ചെറിയ ആക്ഷൻ വലിയ ആക്ഷൻ തന്നെയാണ്. ഇനി ഒരു ചോദ്യം, നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഭയമാണോ? അനിശ്ചിതത്വമാണോ? മറ്റുള്ളവരുടെ അഭിപ്രായമാണോ? കംഫർട്ട് സോണാണോ? സ്വയം വിശ്വസിക്കാത്തതാണോ? അല്ലെങ്കിൽ നാളെ തുടങ്ങാം എന്ന ശീലമാണോ? ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതം മാറ്റാൻ ആവശ്യമായത് ഒരു വലിയ അവസരമല്ല, ഒരു ചെറിയ തീരുമാനം മാത്രമാണ്. ഇന്ന് ഒരു തീരുമാനമെടുക്കൂ. ഭയമുണ്ടെങ്കിലും മുന്നോട്ട് പോകാം. പെർഫെക്റ്റ് അല്ലെങ്കിലും തുടങ്ങാം. മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിലും ശ്രമിക്കാം. വീണാൽ വീണ്ടും എഴുന്നേൽക്കാം. കാരണം ജീവിതത്തിൽ വിജയിക്കുന്നവർക്ക് ഭയം ഇല്ലാത്തതല്ല, ഭയമുണ്ടായിട്ടും മുന്നോട്ട് പോകാൻ അവർ പഠിച്ചവരാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വഴി ഒരു പക്ഷെ എളുപ്പമായിരിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ അതിനെ മറികടക്കാനുള്ള ശക്തിയും നിങ്ങളിൽ വളരാൻ തുടങ്ങും. ഇനി ചോദ്യം എനിക്ക് കഴിയുമോ എന്നല്ല, എപ്പോൾ തുടങ്ങും എന്നതാണ്.